ഞാൻ മനോരമ പത്രം പണ്ട് തൊട്ട് വായിക്കാറില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം പാർട്ടിക്കാരായതുകൊണ്ട് ദേശാഭിമാനിയായിരുന്നു വായിക്കുന്നത്. ചെറുപ്പത്തിൽ അത് വായിച്ചിട്ടുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര, എന്റെ അമ്മ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, അമ്മയൊക്കെ പാർട്ടിയിലൊക്കെ ഉള്ളതായിരുന്നു, അമ്മ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ ബ്രാഞ്ച് മീറ്റിംഗ് ഒക്കെ കൂടാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചെറുപ്പത്തിലെ അമ്മയുടെ സുഹൃത്തുക്കളെല്ലാം പാർട്ടിക്കാര്. അപ്പം പിന്നെ ഞാൻ പണ്ടത്തെ SFI കാരിയായിരുന്നു. നമ്മളവിടുത്തെ ഭയങ്കര മുദ്രാവാക്യം വിളിയും അങ്ങനെ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഐഡിയോളജി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 6ാം ക്ലാസ് വരെ ഞാൻ വായിച്ചത് ദേശാഭിമാനി പത്രമാണ്. അതിനുശേഷം പിന്നെ ഞാൻ നവോദയ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങോട്ട് പോയപ്പോഴാണ് എനിക്ക് മാതൃഭൂമി. അപ്പോഴും എന്റെ ചോദ്യം നിലനിൽക്കുക, അപ്പം ഇതുവരെ വായിച്ചിട്ട് പോലും ഇല്ലാത്ത മനോരമ പത്രത്തെ കുറിച്ച് എങ്ങനെ മറ്റുള്ളവർ പറഞ്ഞത് മാത്രം വെച്ച് എങ്ങനെ അതൊരു പൊളിറ്റിക്കൽ അജണ്ട ഉള്ള പത്രമാണെന്ന് പറയാൻ സാധിക്കുന്നതാണ് ചോദിക്കുന്നത്. ഉണ്ടാവാം, ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. എല്ലാ പത്രത്തിനും അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാകാം. പക്ഷേ അത് എടുത്ത് പറയാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അത് പറയാവൂ.